അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതീവ രഹസ്യമായ നീക്കങ്ങൾ മറനീക്കി മദീനയിൽ പുറത്തു വന്നത് ആ വർഷം റമളാൻ 10-ാം തീയതിയായിരുന്നു. കാരണം അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സേനയുമായി താനുമായി ഉണ്ടാക്കിയ കരാർ യാതൊരു നാണവുമില്ലാതെ തകർത്ത ഖുറൈശികളോടുള്ള പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങുന്നത്. നബിയോടൊപ്പം ചെറിയൊരു സൈന്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്, 10,000 സഹാബിമാർ. 10,000 സഹാബിമാരുമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പുറപ്പെടുന്നത്. 10,000 സഹാബിമാർ ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയിക്കാം, നബി വലിയ ഒരു യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് പോകുന്നത് എന്ന്. പക്ഷേ സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിന് പോവുകയായിരുന്നു എന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10,000 പേരടങ്ങുന്ന ഈ വലിയ സേനയുടെ ആരവാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മക്കക്കാരെ ഒന്ന് ഞെട്ടിക്കുക എന്നതാണ്. ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ അവർ സ്വാഭാവികമായും യുദ്ധത്തിനിറങ്ങില്ല. അങ്ങനെ ഞാൻ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ യുദ്ധം തൽക്കാലം അതില്ലാതെ പോകും എന്നാണ് മഹാനായ നബി പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സേനയും പോവുകയാണ്. അങ്ങനെ പോയി അവർ ജുഹ്ഫയിലെത്തി. ജുഹ്ഫ എന്ന് പറയുന്നത് പരിശുദ്ധ മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമാണ് ജുഹ്ഫ എന്ന് പറയുന്നത്. അവിടെ എത്തിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഘത്തെ കണ്ടുമുട്ടി. ഇത് നബിക്ക് വലിയ സന്തോഷവും വലിയ ചാരിതാർത്ഥ്യവും നൽകിയ ഒരു സംഘമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവും കുടുംബവുമായിരുന്നു. അവർ ഇതുവരെയും ഇസ്ലാമിൽ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനക്ക് അറിയാമായിരുന്നു തൻ്റെ പിതൃവ്യപുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെല്ലാം സത്യമാണ്, വിളിക്കുന്നതെല്ലാം സത്യത്തിലേക്കാണ്, ആഗ്രഹിക്കുന്നതെല്ലാം മനുഷ്യൻ്റെ വിമോചനമാണ്. അത് നന്നായി അറിയുന്ന ഒരാളായിരുന്നു മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹം മക്കായിലെ സാഹചര്യങ്ങളിൽ അങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നബിയോട് പ്രത്യേക വിദ്വേഷമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. നമ്മൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ ഈ ചരിത്ര സഞ്ചാരത്തിൽ തന്നെ കണ്ട ഒരു രംഗം അഖബ ഉടമ്പടിയുടെ ആ രാത്രിയിലാണ്. അന്ന് നബിക്ക് വേണ്ടി യഥരിബുകാരോട് സംസാരിക്കാൻ വേണ്ടി ഗൗരവമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു രക്ഷാകർത്താവിൻ്റെ ടോണിൽ രംഗത്ത് വന്ന ആളായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ കൊണ്ടുപോയാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് ഇപ്പോൾ ഞങ്ങൾ ഖുറൈശികളുടെ പ്രത്യേകിച്ചും ബനൂ ഹാഷിമിൻ്റെ സംരക്ഷണത്തിലാണ്. മുഹമ്മദിനെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും ഒന്നിച്ച് നിങ്ങളെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, ആക്രമിക്കുക എന്നതായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം മതി ഇതിനൊരുങ്ങാൻ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു വലിയ രക്ഷാകർത്താവ് പറയും പോലെയായിരുന്നു. അത് ഉള്ളിലുള്ള സ്നേഹം കൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാരിൽ ആകെ 2 ആളാണ് മുസ്ലിമായിട്ടുള്ളത്, ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിയുടെ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തിയ ആളായിരുന്നു. പക്ഷേ ബദർ യുദ്ധത്തിൻ്റെ അന്ന് അബ്ബാസിനെ പുറപ്പെടേണ്ടി വന്നു. അത് മക്കയിൽ ഒരു തരം പിടിയും വലിയും നടന്നിരുന്നു. അതിന് വശംവദനാവാതിരിക്കാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്. പിന്നെ എപ്പോഴും അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചിരുന്നതെല്ലാം മദീനയിലേക്ക് പോകണം, പുതിയ വിശ്വാസത്തിൻ്റെ തണലിൽ എത്തിച്ചേരണം എന്നൊക്കെ ആയിരുന്നു. ഏതായിരുന്നാലും മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും അവരുടെ ഭാര്യ
ഉമ്മുൽ ഫളൽ എന്ന ലുബാബ ബിന്തുൽ ഹാരിസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹായുടെ സഹോദരിയും കൂടിയാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി അവർ തമ്മിൽ ഉണ്ട്. മാത്രമല്ല ഇവരുടെ താല്പര്യപ്രകാരമാണ് മൈമൂന ബീവിയുമായിട്ടുള്ള വിവാഹം നടന്നത് തന്നെ. അത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നും ബഹുമാനിക്കുകയും ജീവിതത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്ക് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കാഴ്ച മങ്ങിപ്പോയി എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിനും മറ്റൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഹിജ്റ 32 തൻ്റെ 88ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ബക്കിയയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പോൾ നബിയെ വല്ലാത്തൊരു ബഹുമാനമായിരുന്നു. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി സംസാരിക്കുന്ന സദസ്സുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമായിരുന്നു. നബിയെ ഒപ്പം കൊണ്ടുപോകുമായിരുന്നു. എന്നാലോ നബിയേക്കാൾ പ്രായം കൂടിയ ആളാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. പക്ഷേ ആ സ്നേഹം, ബഹുമാനം, പ്രവാചകൻ എന്ന അംഗീകാരം ഇതൊരിക്കലും ഇല്ലാതെ അദ്ദേഹം കടന്നു പോയിട്ടില്ല. അതിന് മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്, നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല ഉദാഹരണം. ഒരാൾ വന്ന് ചോദിച്ചു, അബ്ബാസ് അന്ത അക്ബറു അം റസൂലുള്ളാഹി അക്ബറു? നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അബ്ബാസ് താങ്കളാണോ അല്ല റസൂലുള്ളയാണോ മൂത്തത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയേണ്ടത് എന്താണ്? ഞാനാണ് മൂത്തതെന്നാണ്. സത്യത്തിൽ അദ്ദേഹം തന്നെയാണ് മൂത്തത്. നബി പ്രായം കൊണ്ട് താഴെയുള്ള ആളാണ്. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഹുവ അക്ബറു, മൂത്തത്, വലിയ ആള് അദ്ദേഹമാണ്. വലാകിന്നി വുലിത്തു ഖബ്ലഹു, പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മുമ്പ് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, പറഞ്ഞത് തന്നെയാണ്, വാസ്തവം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തിൻ്റെ ഒരു ആഴം കാണുന്ന ഒരു രംഗം ആയിരുന്നു അത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒപ്പമെത്തിയപ്പോൾ നബിക്ക് വല്ലാത്ത സന്തോഷമായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളായ സഹാബിമാർക്കൊക്കെ തന്നെയും പറഞ്ഞാലറിയിക്കാത്ത സന്തോഷമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പ്രതികരണം അത് ഇപ്പോഴും നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താറിയാമോ? അബ്ബാസ്, നിങ്ങൾ മുസ്ലിമായത് എൻ്റെ പിതാവ് ഖത്താബ് എന്ന ആൾ മുസ്ലിം ആകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എൻ്റെ പിതാവ് മുസ്ലിമാകുന്നതിനേക്കാൾ നബി ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം, നബി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മോഹമാണ് താങ്കൾ ഇസ്ലാമിൽ നബിയുടെ ചാരത്തെത്തിച്ചേരുക എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാർക്കൊക്കെ തന്നെയും ഒരുപാട് പറയാനുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജില്ലു അഹദൻ മാ യുജില്ലുൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുന്നത് പോലെ മഹാനായ നബി ആരെയും ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമ്മുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.